അരുൺ സോളമനിലേക്ക് കൂടി പോവുകയാണ്. അരുൺ സോളമൻ, ആ കുടുംബങ്ങളിലേക്ക് പ്രസാദ് എത്തുകയാണ്. അവിടെയുള്ള ദൃശ്യങ്ങൾ, പ്രശ്നം എന്താണെന്ന് പ്രസാദ് വിവരിച്ചു. ഇവർ കൊടുത്ത പരാതികളിന്മേൽ എന്തായി നടപടികൾ? സുജയ, 9 മാസങ്ങൾക്ക് മുൻപെയാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ ഈ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിരുന്നിട്ടുള്ള ജയകുമാറിന് ഇവരാദ്യം ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും അദ്ദേഹം ഇതിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും 2 പരാതികളാണ് നിലവിൽ ഈ പ്രദേശത്തുള്ളവർ നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്, മറ്റൊന്ന് നഗരസഭയ്ക്കുമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ കക്കൂസ് മാലിന്യം പുറത്ത് തള്ളുന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ വരികയും അതിൽ നഗരസഭ മേയർ ആര്യ രാജേന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിൽ ഇടപെട്ടുകൊണ്ട് വലിയ വാർത്തകളൊക്കെ ജൂലൈ മാസത്തിൽ വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. ഈ 2 അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും ഇതിന് നടപടി കൈക്കൊണ്ടിട്ടില്ല. നഗരസഭ ഇതിൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളതെന്ന് ഇതുവരെയും ജീവനക്കാരെ അല്ലെങ്കിൽ പ്രദേശവാസികളെ അറിയിച്ചിട്ടില്ല. നിലവിൽ ഇവിടെ ഈ പ്രവർത്തിക്കുന്ന ഈ സൂപ്പർ മാർക്കറ്റിന് അതുപോലെ തന്നെ 3000ഓളം വരുന്ന ജീവനക്കാരുടെ ഈ ഭക്ഷണ പാചകശാല ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അതൊരു വലിയ പ്രശ്നമാണ്. പ്രദേശവാസികളുടെ ഒരാളുടെ അടുത്ത് ഇപ്പോൾ പ്രസാദ് എത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോയിട്ട് അരുണിലേക്ക് വരാം. പ്രസാദ്, ഇപ്പോൾ അവിടെയുള്ള ആളുകളോട്, കാലങ്ങളായി താമസിക്കുന്ന ആളുകളോട് നമുക്ക് സംസാരിക്കാം. അതെ, എന്താ ഉമ്മേന്റെ പേരെന്താ? എൻ്റെ പേര് സബൂറ ബീവി. സബൂറ ബീവി. എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? നമ്മളിവിടെ തന്നെ ഉള്ളത്. ഇതിപ്പോ ഈ ഒരു ഭക്ഷണശാല ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? 2 വർഷമാവുമോ? 1 വർഷമായിട്ടേ ആവുമോ? 1 വർഷത്തിലധികം. ഇപ്പൊ എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളങ്ങളൊക്കെ ഇങ്ങോട്ട് മതിൽ ചാടിയൊക്കെ ഇപ്പം അപ്പുറത്തെ വീട്ടിൻ്റെ മതിലൊക്കെ ചാടി വെളിയിലൊക്കെ വന്നാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര സ്മെല്ല് മോനെ. അതാണ് ഉള്ളത്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? പിന്നെ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അടുത്ത് എന്തിനു പോകാൻ പറ്റും? ഒന്നിനും പറ്റൂല. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ 2-3 പ്രാവശ്യം ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ പോയി പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. സ്മെല്ലാണോ? ഭയങ്കര ഭയങ്കര സ്മെല്ല്. നേരത്തെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നേരത്തെ അവിടെ ഈ ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കില്ലല്ലോ. ഇപ്പോൾ ഇവിടെ വന്നതാണ് ഇപ്പോഴായിട്ട്. 1 വർഷമായിട്ടേ ആവേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ചൊറി പനിയൊക്കെ അങ്ങനെയൊക്കെ? കുഞ്ഞുങ്ങൾ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളില്ല. ഒരു മോനുള്ളത് 13 വയസ്സായി. എല്ലാവരുടെ സ്ഥലത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ കൊതുകും ബുദ്ധിമുട്ടും ഉണ്ട്. ഞാൻ ക്യാൻസർ രോഗിയാണ്. പിന്നെ നമുക്ക് പിന്നെ ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ ചെയ്യണ്ടേ? അവരതിന്റെ സംവിധാനം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അല്ലേ? നേരത്തെ കുറെ തവണ ശ്രദ്ധയിൽപ്പെടുത്തി നന്നാക്കണം. പെടുത്തി അവരടുത്ത് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കാൻ പോയി ഇവിടെ ഉള്ളവരെല്ലാം. കേട്ടല്ലോ അല്ലേ സുജയ? അതായത് ഇപ്പോൾ അവിടെ വന്ന് പറഞ്ഞ യൂണിയൻകാർ പറയുന്നതല്ല ശരിയെന്നും പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നതാണ് ശരി. അവരങ്ങല്ലേ യൂണിയൻകാർ കിടക്കണത്. പിന്നെ ഇവിടെ ഉള്ളവർക്കാണ് ബുദ്ധിമുട്ടുള്ളത്. ഈ ഏരിയ കംപ്ലീറ്റ്. അതായത് പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എത്ര പ്രായമുണ്ട് നിങ്ങൾക്കിപ്പം? എത്ര പ്രായമുണ്ട്? ഇവിടെ അല്ല അല്ലേ? ഇതിപ്പം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? കുഞ്ഞുങ്ങൾ, എൻ്റെ മോനൊക്കെ ഒരു 14 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊരു പ്രശ്നമില്ല. പക്ഷേ അമ്മ ഉള്ളതാണ്. അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും സൗകര്യമേ ഉള്ളൂ. യൂണിയൻകാർ പറയുന്നത് ഒരു സമയം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ തവണ കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അവർ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താത്ത കാരണം എന്ത്? ഈ സ്മെല്ല് കാരണം. ഇതിന് മുമ്പേയും അവിടെ സാധ്യത എന്ന് പറഞ്ഞ് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ഈ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നമില്ല. അവിടെയും അവർ അച്ചാറും ഫുഡും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഈ രാമചന്ദ്ര വന്നതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നമാണത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് ഞങ്ങൾക്ക്. സ്മെല്ലില്ലാതിരിക്കുക. ഞങ്ങൾക്ക് സ്മെല്ല് കാരണം ഒന്നും ഫുഡ് പോയാലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് കാരണം. പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് സുജയ അല്ലേ? പ്രശ്നം പറയുമ്പോൾ അത് മൂടിവെച്ചാൽ തീരുമോ? ഞാൻ തിരിച്ചെത്താം പ്രസാദിലേക്ക്. അരുൺ സോളമൻ ഇപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നോക്കണം. അരുൺ സോളമൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? സുജയ, ഇവിടെ ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടാക്കിയത് CIT തൊഴിലാളികളാണ്. നമ്മുടെ ക്യാമറാമാൻ വീഡിയോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശിവപ്രസാദിനെ തള്ളിയതും ഈ CIT പ്രവർത്തകരായിരുന്നു. ഇതിലിപ്പോൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് പോലീസ് എത്തിയിരിക്കുകയാണ്. എത്രയും വേഗം നടപടി ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രദേശത്തുള്ളവർ ആരോപിക്കുന്നത്. എന്താണ് സാർ ഇപ്പോൾ പറയുന്നത്? അങ്ങനല്ല, ഇതിപ്പോൾ കുറേ തൊഴിലാളികൾ അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നാട്ടുകാരെന്നുള്ള നിലയിൽ കുറേ നാളുകൊണ്ട് സഹകരിച്ച് പോകുന്നത്. പക്ഷേ ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള സംഭവം ഞങ്ങൾ തന്നെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്.
മനസ്സിലായില്ലേ? പുറത്ത് പോകുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലായി. പരിസരവാസികൾ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന പല വീട്ടുകാരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളിതാ ഇപ്പോൾ റഹീം സാഹിബൊക്കെ ഇവിടെ തൊട്ട് പുറകിൽ താമസിക്കുന്നത്, അവരുടെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും സ്മെല്ലെന്ന്. ഇവിടെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഡ്രെയിനേജ് പൊട്ടി ഒലിച്ചതാണ്, അത് 1-2 ദിവസത്തിനുള്ളിൽ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും ഈ കാര്യം പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പരാതിപ്പെട്ടിട്ടുണ്ട്. തൊട്ട് ഈ മതിലിനോട് തൊട്ട് ചേർന്ന് താമസിക്കുന്ന വീട്ടുകാരൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. ആരും ഇതിൽ ഇടപെട്ടിട്ടില്ല. മനസ്സിലല്ലേ? നഗരസഭയിലും പരാതിപ്പെട്ടിരുന്നല്ലോ. മേയറോ ആരെങ്കിലും ഏതെങ്കിലും അധികൃതർ ഇവിടെ വന്ന് പരിശോധിച്ചിരുന്നോ? ഇതുവരെ ആരും വന്ന് പരിശോധിച്ചായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഒരു ചാനലും ഇപ്പോൾ പോലീസും ഒക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മറ്റേ തൊഴിലാളികളെയും നാട്ടുകാരെയും കൂടെ തമ്മിലടുപ്പിച്ച് അവർക്ക് അതിലൊരു മേൽക്കൈ നേടാനുള്ള ഒരു സംവിധാനമാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമ്മളൊരു നിഷ്പക്ഷത പുലർത്തി ഇരുവിഭാഗങ്ങളും ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സൈലൻ്റായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എയർപോർട്ട് പരിസരമാണ്, ഇത് പക്ഷിശല്യം ഉണ്ടാവും, ഇത്രയും മാലിന്യം കെട്ടിക്കിടന്ന കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും, കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ അത് രോഗം വരും. അത് വളരെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം നിങ്ങൾ കാണുന്നില്ലേ? ഇത് വളരെ ഒരു മോശമായ ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. എന്തായാലും ഇനി ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടതിന് ശേഷമേ പുറകോട്ടുള്ളൂ. സുജയ, ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ പോലീസുകാരുമായി ഇപ്പോൾ പ്രദേശത്തുള്ളവർ വഴക്കിടുന്ന ഒരു അവസ്ഥയാണ്, സംഘർഷത്തിലാവുകയാണ്. കാരണം നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഈ പരാതിപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്.